ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലനാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വാഴയ്ക്ക എരിശ്ശേരിയാണ്. കറിക്കായാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കായ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പരിപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ തുവര പരിപ്പോ പയറുപരിപ്പോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ പയറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കറിക്കായാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തൊലിയൊക്കെ പൊളിച്ച് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഒന്ന് പകുതി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പും കായയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 4 വിസിൽ അടുപ്പിച്ചാണ് വേവിച്ചത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായി പോകും. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇനിയും കടുക് താളിക്കാനായിട്ട് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ തേങ്ങ, തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വാഴയ്ക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല സദ്യക്കൊക്കെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനി നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്